ഹായ് ഹലോ, ഇന്ന് അത്തം തുടങ്ങി 8ാമത്തെ നാളായി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്ത കായയാണ്. അതിനായിട്ട് ഞാനിവിടെ 3 കുറച്ച് വലിപ്പമുള്ള പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മഞ്ഞളിൻ്റെ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് വെച്ച് കൊടുക്കാം. കായയുടെ തൊലി കളയുന്നതിന് മുന്നേ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് തടവി കൊടുത്താൽ നല്ലതായിരിക്കും. ഇതേപോലെ 3 നേന്ത്രക്കായും നമ്മളിവിടെ മഞ്ഞളിൻ്റെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെത്തിയിട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ഉരുളി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കായയിലെ വെള്ളം മുഴുവനായിട്ടും ഒരു തുണി ഉപയോഗിച്ചിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടാറ്റി വരുമ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിത് ചെത്തിയെടുക്കുന്ന സമയത്ത് ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടോ കട്ട് ചെയ്യാവുന്നതാണ്. എണ്ണയുടെ ചൂട് തീരെ കുറഞ്ഞു പോകരുത്. നല്ല ചൂടിൽ വേണം നമ്മൾ ഓരോ കായയും ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ ഒറ്റ ട്രിപ്പിൽ ഒരു കായാണ് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വറുത്ത കായയിലേക്ക് വേണ്ട ഉപ്പിൻ്റെ വെള്ളം ചേർക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത കായൻ്റെ ഏകദേശം ഒരു പരിവാകുന്ന സമയത്ത് നമുക്ക് ഈ ഉപ്പിൻ്റെ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടുള്ളൊരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. ആ പൊട്ടിത്തെറിയൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉപ്പിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് എല്ലാ കായയിലും നമുക്ക് ഉപ്പിൻ്റെ ഒരു അംശം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നേരത്തെ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് പ്ലേറ്റിലാണ് ചെത്തിയിട്ടത്. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് നേരിട്ട് ഉരുളിയിലേക്കൊന്ന് ചെത്തി ഇതുപോലെ ഒന്ന് ഇടുന്നുണ്ട്. ഇങ്ങനെ ചെത്തിയിടുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അതേപോലെ തന്നെ ഇങ്ങനെ ചെത്തിയെടുക്കുമ്പോൾ കയ്യിലേക്ക് ചൂട് കയറാതെ ശ്രദ്ധിക്കുക. ഒരുപാട് സ്റ്റെപ്പുകളൊന്നും ഇല്ലാത്ത പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബനാന ചിപ്സാണിത്. നല്ല ചൂടുള്ള ഓയിലാണ് നമ്മൾ വറുത്തകായ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവാണ്ട് അതിൻ്റെ കളറൊന്നും മാറിപ്പോവാണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് സ്റ്റേജിൽ തന്നെ കോരി മാറ്റണം. പിന്നെ നമ്മൾ കായ വറുത്തെടുക്കുന്ന പാത്രം അത്യാവശ്യം ചുവട് കെട്ടിയുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബനാന ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ സദ്യയിൽ അടുത്ത വിഭവമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.